ഞാൻ അങ്ങോട്ട് ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. ഈ യഥാർത്ഥത്തിൽ അങ്ങ് വെച്ച വീട്ടിൽ ഇപ്പം അങ്ങക്ക് പോകാൻ പറ്റാത്തൊരു സാഹചര്യമില്ല. അവിടെ ഓർമ്മകൾ ഇങ്ങനെ വലിയ അപകടമാണല്ലോ. അപ്പോ ഇനിയിപ്പോ എന്താ ഐഡിയ ആ കാര്യത്തില്? കിടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അങ്ങക്ക് ഭൂമിയുണ്ടോ? ഭൂമി കണ്ടെത്തണം. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും നമുക്കൊരു വീട് വെക്കാൻ തീരുമാനിച്ചാൽ ഞങ്ങളുടെ പുള്ളിക്കാരുടെ കുടുംബത്തിന്റെ അടുത്തായിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു കാര്യം ചെയ്യാം. ഞങ്ങളൊരു നല്ല കാര്യമായിട്ട് ഇറങ്ങിയതാ. അങ്ങയുടെ ജീവിതമൊക്കെ നമ്മൾ ആൾക്കാരുടെ അങ്ങക്ക് ഒരു വീട് ഞങ്ങൾ വെച്ച് തരും കേട്ടോ. അങ്ങ് അതിലൊന്നും വിഷമിക്കണ്ട. കാര്യം ഈ നാട് മുഴുവൻ അങ്ങയുടെ കൂടെ ഉണ്ട്. അതുകൊണ്ട് അങ്ങയോട് സമാധാനിക്കണമെന്ന് പറയാനുള്ള ധൈര്യമൊന്നും ഞങ്ങൾക്കില്ല. എന്നാൽ പോലും കാരണം ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ഏറ്റവും വേദന അനുഭവിക്കുന്ന പിതാവ് അങ്ങ് തന്നെയാണ്. കാരണം നമുക്കൊക്കെ മക്കളുള്ളതാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ തിരിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അപ്പോൾ എന്തായാലും അങ്ങയുടെ വീട് നമുക്ക് പറ്റുമെന്നുണ്ടെങ്കിൽ എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ മാസത്തിൽ തന്നെ പണി തുടങ്ങാം കേട്ടോ. വളരെ പെട്ടെന്ന് സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് അറിയിക്കുക. നമ്മുടെ സാനു പച്ചാളം എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്ഷൻ കൺട്രോളർ നമുക്കൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. അദ്ദേഹം സാഹചര്യത്തിലാണ്. അപ്പൊ ഈ മനുഷ്യനെ സമാധാനിപ്പിക്കാൻ നിങ്ങൾ എപ്പോഴും ഉണ്ടാവണം. നാട്ടിൽ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം നിന്നപ്പോഴാണ് ഞങ്ങൾ കുറച്ച്. അപ്പൊ നമ്മള് പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ്, ഈ മനുഷ്യനാണ് സൗദി അറേബ്യയിൽ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അവിടെ പോയപ്പോഴാണ് ഈ അവാൻ എന്ന് പറയുന്ന മകൻ ഇത്ര പേരെ കൊലപ്പെടുത്താനും ഒക്കെ എന്താണ് അവനെ പ്രേരിപ്പിച്ചത്? നല്ല ട്രാക്ക് റെക്കോർഡുള്ള പയ്യനായിരുന്നു എന്ന് പറയുന്നു. അപ്പം അവൻ എന്താണ് അദ്ദേഹം പറയുന്ന ഒരു കാര്യം നമ്മൾ അടിവരയിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അങ്ങനെ 2 വർഷമായിട്ട് അവനോട് അത്ര ഇന്ററാക്ട് ചെയ്യാറില്ലായിരുന്നു അല്ലേ? പക്ഷേ സ്വന്തം മകനോട് നിരന്തരമായി നമ്മൾ ബന്ധപ്പെടാതിരിക്കുന്നെങ്കിൽ, അവനുമായിട്ട് നമ്മളൊരു അകലം പാലിക്കുന്നുവെങ്കിൽ ഈ മകൻ ഏത് അക്രമത്തിലേക്ക് തിരിയുമെന്ന് നമുക്ക് കണക്കൂട്ടാൻ പറ്റാത്തൊരു കാലമാണ്. അതാണ് അദ്ദേഹം ഈ യാത്രയിൽ നമ്മോട് പറഞ്ഞത് അല്ലേ? തീർച്ചയായിട്ടും രക്ഷകർത്താക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. വീട്ടിൽ നിന്ന് മൊബൈൽ കുത്തി നമ്മൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ ടെലിവിഷന്റെ മുന്നിലും സിനിമയുടെ മുമ്പിലും ഒക്കെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മുടെ പിന്നിൽ നിൽക്കുന്ന കുട്ടികൾ ഏത് വഴിക്ക് യാത്ര ചെയ്യുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ അങ്ങയുടെ വീടിന്റെ നിർമ്മാണം നമ്മൾ ഉടനെ ആരംഭിക്കും. ഓക്കെ, അപ്പൊ സ്ഥലമൊക്കെ റെഡിയാക്കിക്കൊള്ളുക. ഓക്കെ 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 വിജയ. അപ്പൊ നമ്മൾ നൽകുന്ന ഒരു ചെറിയ കാര്യമാണത്.